ഉണ്ണീശോയുടെ കൊച്ചു കൂട്ടുകാർക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്കൊന്ന് പ്രാർത്ഥനയോടെ തുടങ്ങിയാലോ? എഴുന്നേറ്റ് നിൽക്കാം. രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നിടത്ത് അവരുടെ മധ്യേ ഞാനുണ്ടായിരിക്കുമെന്ന് അരുളി ചെയ്ത ഈശോയെ, ഞങ്ങളുടെ ഇടയിലുള്ള അങ്ങയുടെ വലിയ സാന്നിധ്യത്തെ ഏറ്റുപറഞ്ഞുകൊണ്ട് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. പരിശുദ്ധ പരമത്രിത്വമേ, ഞങ്ങളുടെ ഉള്ളിൽ അങ്ങ് വസിക്കുന്നു എന്നറിയുന്നു. അങ്ങയുടെ സാന്നിധ്യത്തെ ഞങ്ങൾ ഏറ്റുപറയുന്നു. നമുക്കൊന്നു ചേർന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ത്രിത്വത്തെ ആരാധിച്ചുകൊണ്ട് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇരിക്കാം. കഴിഞ്ഞ ആഴ്ച ഒരു പേപ്പറും പേനയൊക്കെ കൊണ്ടുവരുന്ന കാര്യം പറഞ്ഞിരുന്നില്ലേ? കൊണ്ടുവന്നോ? നമുക്ക് ഇന്നൊരു ചെറിയ ക്വിസ് പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ കഴിഞ്ഞ ആഴ്ചത്തെ പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ ചിലർ പറഞ്ഞു അത്രയും പേരെഴുതാനുള്ള സമയം ഞങ്ങൾക്ക് കിട്ടിയില്ല എന്ന്. അതിന് നിങ്ങൾ വിഷമിക്കേണ്ട. ഇന്ന് നമുക്ക് വിട്ടുപോയ ഒരു അക്ഷരം മാത്രം നിങ്ങൾ പൂർത്തിയാക്കിയാൽ മതി. സന്തോഷമായോ? റെഡിയാണോ? എങ്കിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ പറയട്ടെ. രക്ഷയിലേക്ക് നയിക്കാനായി ദൈവം പ്രത്യേകം തിരഞ്ഞെടുത്ത ആൾ. ആദ്യത്തെ അക്ഷരവും അവസാനത്തെ അക്ഷരവും നമുക്ക് തന്നിട്ടുണ്ട്. ഇടയ്ക്ക് വിട്ടുപോയ അക്ഷരം മാത്രം പൂർത്തിയാക്കുക. എഴുതിയോ? ഉത്തരം ശരിയാണോ നോക്കിക്കേ. ശരിയാണോ? അബ്രാഹം. ശരിയായവർക്ക് ടിക്ക് ചെയ്യാം. 5 മാർക്കിടാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. അബ്രാഹത്തിന്റെ ഭാര്യയുടെ പേര്. അബ്രാഹത്തിന്റെ ഭാര്യയുടെ പേര്. ഒരക്ഷരേ വിട്ടുപോയിട്ടുള്ളൂ. നമുക്ക് എഴുതാം. എഴുതിയോ? ശരിയാണോ നോക്കിക്കേ. ആരാണ് അബ്രാഹത്തിന്റെ ഭാര്യ? സാറ. ശരിയായോ? ടിക്ക് ചെയ്തോ? മാർക്ക് ഇട്ടോളൂ. അടുത്ത ക്വസ്റ്റ്യൻ. അബ്രാഹത്തിന്റെയും സാറയുടെയും മകൻ. അവർക്ക് ദൈവം കൊടുത്ത മകൻ ആരാണ്? വിട്ടുപോയ അക്ഷരങ്ങൾ ചേർത്തെഴുതുക. എഴുതിയോ? ഉത്തരം നോക്കിക്കേ. ആരാണ്? ഇസഹാക്ക്. ആരാണ് അബ്രാഹത്തിന്റെയും സാറയുടെയും മകൻ? ഇസഹാക്ക്. ടിക്ക് ചെയ്തോ? മാർക്കിട്ടോ? ഓക്കെ. അവസാനത്തെ ക്വസ്റ്റ്യൻ. ദൈവം പറഞ്ഞതനുസരിച്ച് അബ്രാഹം വന്ന് താമസമാക്കിയ സ്ഥലം ഏത്? ദൈവം പറഞ്ഞതനുസരിച്ച് അബ്രാഹം വന്ന് താമസിച്ച സ്ഥലം ഏത്? വിട്ടുപോയ അക്ഷരം പൂർത്തിയാക്കിയോ? ശരിയല്ലേ? ഏതാണ് സ്ഥലം? കാനാൻ. ഏതാണ്? കാനാൻ. ഓക്കെ. എഴുതിയോ എല്ലാവരും? മുഴുവൻ മാർക്ക് മേടിച്ചോ? എത്ര പേർക്ക് കിട്ടി മുഴുവൻ മാർക്ക്? ഒന്ന് കൈ ഉയർത്തിക്കേ. കുറേ പേർക്ക് മുഴുവൻ മാർക്കുണ്ടല്ലേ. അപ്പോൾ ഇന്ന് വിജയികളായവർക്കും പങ്കെടുത്തവർക്കും വേണ്ടി നമുക്കൊരു വിന്നർ ക്ലാപ്പ് കൊടുക്കാം. എന്ത് ക്ലാപ്പാ? വിന്നർ ക്ലാപ്പ്. നോക്കിക്കോ. ചെയ്യാം. നമുക്ക് ഒരിക്കൽ കൂടി അവർക്കൊരു ക്ലാപ്പ് കൊടുക്കാം അല്ലേ? അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ചത്തെ ക്ലാസ് നമ്മൾ നോർത്തു. അബ്രാഹത്തെക്കുറിച്ചും സാറയെക്കുറിച്ചും ഇസഹാക്കിനെ കുറിച്ചും ഒക്കെ നമ്മൾ കണ്ടല്ലേ. ഇസഹാക്കിൻ്റെ മക്കളെക്കുറിച്ച് നമ്മൾ പഠിച്ചു. ആരൊക്കെയാണ് ഇസഹാക്കിൻ്റെ മക്കളെന്ന് പറഞ്ഞത്? ഏസാവും യാക്കോബും. ഈ ഏസാവും യാക്കോബും ഇങ്ങനെ വളർന്നു വരികയായിരുന്നു. ഏസാവ് നല്ല നായാട്ടുകാരനായിരുന്നു. ഏസാവ് നല്ലൊരു നായാട്ടുകാരനായിരുന്നു. പിതാവായ ഇസഹാക്കിന് ഏസാവിനോടായിരുന്നു ഒരിത്തിരി പ്രിയം കൂടുതൽ. പക്ഷെ അമ്മയ്ക്ക് യാക്കോബിനോടും. ഒരു ദിവസം ഇസഹാക്ക് ഏസാവിനോട് പറഞ്ഞു, മോനെ, നീ പോയി നായാട്ട് നടത്തി നല്ല ഇറച്ചി പാകം ചെയ്ത് എനിക്ക് കൊണ്ടുവന്ന് തരിക. എന്നിട്ട് ഞാൻ നിന്നെ അനുഗ്രഹിക്കാം. ഇത് അമ്മ കേട്ടു. എന്നിട്ട് അമ്മ വേഗം യാക്കോബിനെ അപ്പന് ഇഷ്ടപ്പെട്ട രീതിയിൽ ഭക്ഷണമൊക്കെ തയ്യാറാക്കി
യാക്കോബിനെ പിതാവിൻ്റെ അടുക്കിലേക്ക് അയച്ചു. അപ്പോഴേ ഇസഹാക്കിന് കണ്ണറിഞ്ഞുകൂടായിരുന്നു. അപ്പോൾ മക്കൾ ആരാ അടുത്ത് വന്നതെന്ന് കൃത്യം തിരിച്ചറിയാൻ പറ്റാണ്ടായിപ്പോയി. അങ്ങനെ യാക്കോബ് അപ്പന് ഇഷ്ടപ്പെട്ട രീതിയിൽ ഭക്ഷണമൊക്കെ തയ്യാറാക്കി അപ്പൻ്റെ അടുക്കൽ ചെന്നു. അപ്പൻ്റെ അനുഗ്രഹമൊക്കെ വാങ്ങിവെച്ചു. അതിന് ശേഷമാണ് മൂത്ത മകൻ നായാട്ടമൊക്കെ കഴിഞ്ഞ് ഭക്ഷണം പാകം ചെയ്ത് അപ്പൻ്റെ അടുക്കൽ വരുന്നത്. അപ്പോഴാണ് ഏസാവിനും ഇസഹാക്കിനും പറ്റിയ അബദ്ധം മനസ്സിലാകുന്നത്. അതുപോലെ തന്നെ വീണ്ടും ഒരിക്കലിങ്ങനെ അനുജൻ ചേട്ടനെ പറ്റിക്കുകയുണ്ടായി. എന്താണെന്നോ, യാക്കോബ് നല്ല രുചികരമായ ഒരു പായസം തയ്യാറാക്കി വെച്ചു. ആ സമയത്താണ് വയലിൽ നിന്നും ഏസാവ് തിരിച്ചു വരുന്നത്. ഏസാവിന് ഭയങ്കര വിശപ്പ്. ഏസാവ് യാക്കോബിനോട് ചോദിച്ചു, എനിക്കിത്തിരി പായസം തരുമോ? അപ്പോൾ യാക്കോബ് എന്നാ പറഞ്ഞതറിയോ, അങ്ങനെ ചുമ്മാതെ ഒന്നും ഇപ്പം ഞാൻ പായസം തരികയില്ല. നിന്റെ മൂത്ത പുത്രൻ എന്നുള്ള അവകാശം എനിക്ക് തരുവാണെങ്കിൽ ഞാൻ ഈ പായസം നിനക്ക് തരാം. ഏസാവ് വിചാരിച്ചു, ഇപ്പം മൂത്ത പുത്രൻ എന്ന് പറഞ്ഞിട്ട് എന്നാ ഉപകാരം, ഇപ്പം വിശപ്പടക്കണമെങ്കിൽ പായസം വേണ്ടേ? അതുകൊണ്ട് ഏസാവ് പറഞ്ഞു, നീ എടുത്തോ, നീ മൂത്തപുത്രനായിക്കോ എന്നും പറഞ്ഞ് യാക്കോബിൻ്റെ കയ്യിൽ നിന്നും പായസം വാങ്ങിച്ചു കുടിച്ചു. ഇതാണ് ഏസാവും യാക്കോബും തമ്മിലുള്ള ചില കഥകൾ. ഈ യാക്കോബിന് വീണ്ടും മക്കളുണ്ടായി. 12 മക്കളുണ്ടായി. ആ 12 മക്കളെ 12 ഗോത്രങ്ങളായിട്ട് തിരിഞ്ഞു. യാക്കോബിൻ്റെ ഈ 12 മക്കളെയാണ് നമ്മൾ എന്ത് വിളിക്കുക എന്നറിയോ? ഇസ്രായേൽക്കാർ എന്ന് വിളിക്കുക. നിങ്ങൾ കേട്ടിട്ടുണ്ടോ അങ്ങനെ ഒരു വാക്ക്, ഇസ്രായേൽക്കാർ? ഇസ്രായേൽ എന്ന് കൂട്ടി കുറേ പാട്ടുകൾ നമ്മൾ കേട്ടിട്ടില്ലേ? നമ്മൾ പള്ളിയിലൊക്കെ പാടുന്നുണ്ടല്ലോ. ഏത് പാട്ടുകളാണ് നിങ്ങൾ കേട്ടിട്ടുള്ളത്? ഇസ്രായേലിൻ നാഥനായി വാഴും ഏകദൈവം, അങ്ങനൊരു പാട്ടുണ്ട്. പിന്നെ ഇസ്രായേലെ സ്തുതിച്ചിടുക എന്നുണ്ടല്ലേ. പല പാട്ടുകൾ ഇസ്രായേലിനെ കുറിച്ചുണ്ട്. അപ്പോൾ യാക്കോബിൻ്റെ സന്തതി പരമ്പരയെയാണ് നമ്മൾ എന്ത് വിളിക്കുക? എന്തെന്നാ വിളിക്കുക? ഇസ്രായേൽക്കാർ. എന്തെന്നാ വിളിക്കുക? ഇസ്രായേൽക്കാർ. അങ്ങനെ യാക്കോബിൻ്റെ 12 മക്കളുണ്ടായി എന്ന് പറഞ്ഞില്ലേ? യാക്കോബിന് ഈ 12 മക്കളിൽ ഏറ്റവും പ്രിയപ്പെട്ടവനായിരുന്നു ജോസഫ്. ഇനി അതിന് കാരണം എന്താണെന്നറിയോ? യാക്കോബിൻ്റെ വാർദ്ധക്യത്തിലുണ്ടായ മകനാണ് ജോസഫ്. അതുകൊണ്ട് ജോസഫിനോട് ഭയങ്കര പ്രിയമായി. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിച്ചെന്നറിയോ? ചേട്ടന്മാർക്കെല്ലാം ജോസഫിനോട് വെറുപ്പായി. എങ്ങനെയെങ്കിലും ജോസഫിനെ നശിപ്പിക്കണമെന്ന് അവർ തീരുമാനിച്ചു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ചേട്ടന്മാരെല്ലാവരും കൂടി വയലിൽ ആട് മേയ്ക്കാനായിട്ട് പോയി. അപ്പോൾ അപ്പൻ ഇവിടുന്ന് ജോസഫിനെ പറഞ്ഞു വിട്ടു, ചേട്ടന്മാർക്ക് സുഖമാണോ എന്ന് ചെന്ന് അന്വേഷിക്കാൻ. ജോസഫ് ചേട്ടന്മാരെ അന്വേഷിച്ചു പോയി. ദൂരെ നിന്ന് വരുന്നതേ ചേട്ടന്മാർ കണ്ടു. അവർ പറഞ്ഞു, നമുക്ക് ഇന്നത്തോടെ ഇവൻ്റെ കഥ കഴിക്കാം. എന്നിട്ട് ജോസഫ് അവരുടെ അടുത്തെത്തിയപ്പോൾ ജോസഫിനെ പിടിച്ച് അവരൊരു പൊട്ടക്കിണറ്റിലിട്ടു. പൊട്ടക്കിണറ്റിലിട്ട് കഴിഞ്ഞപ്പോൾ അവരോർത്തു, മരിച്ചു പോകില്ലേ അവിടെ കിടന്ന്, അത് വേണ്ട. അപ്പോഴാണ് അതുവഴി ഈജിപ്തിലേക്കൊരു യാത്രാ സംഘം പോകുന്നത് കണ്ടത്. ജോസഫിനെ പൊട്ടക്കിണറ്റിൽ നിന്ന് കയറ്റിയിട്ട് ഈ യാത്രാ സംഘത്തിന് അടിമയായിട്ട് വിറ്റു. അങ്ങനെ ജോസഫ് എവിടെ എത്തിച്ചേർന്നു? ഈജിപ്തിൽ അടിമയായിട്ട് എത്തിച്ചേർന്നു. അങ്ങനെ പിന്നെയും നാളുകൾ കഴിഞ്ഞു പോയി. കാനാൻ ദേശത്ത് വലിയ ക്ഷാമമുണ്ടായി. കാനാൻ ദേശത്ത് ക്ഷാമം ഉണ്ടായപ്പോൾ അവർക്കൊന്നും കഴിക്കാനില്ല. അപ്പോഴാണ് ഇവരൊരു വാർത്ത കേൾക്കുന്നത്, ഈജിപ്തിൽ ഒത്തിരി ധാന്യമുണ്ട്, ഈജിപ്തിൽ ചെന്നാൽ നമുക്ക് വല്ലതും വാങ്ങിക്കൊണ്ട് വരാൻ പറ്റും. അങ്ങനെ യാക്കോബ് മക്കളോട് പറഞ്ഞു, നിങ്ങളൊന്ന് ചെന്നേ, ഈജിപ്തിൽ പോയിട്ട് വല്ല ധാന്യം വാങ്ങിക്കൊണ്ടുവാ, അല്ലെങ്കിൽ നമ്മൾ പട്ടിണി കിടന്ന് മരിക്കില്ലേ. അത് കേട്ട് യാക്കോബിൻ്റെ മൂത്ത പുത്രന്മാരെല്ലാവരും എങ്ങോട്ട് പോയി? ഈജിപ്തിലേക്ക് പോയി. എന്തിനാ പോയത്? ധാന്യം വാങ്ങിക്കാൻ. അവിടെ ചെന്നപ്പോൾ ഉണ്ടായ സംഭവം എന്താണെന്ന് നിങ്ങൾക്കറിയോ? ഈ ചേട്ടന്മാർ എടുത്തു വിറ്റ ജോസഫില്ലേ, ജോസഫാണ് അപ്പോൾ ഈജിപ്തിലെ ഭരണാധികാരി. അതെങ്ങനെ സംഭവിച്ചെന്നറിയോ? ദൈവം ജോസഫിനോട് കൂടെ ഉണ്ടായിരുന്നു. ജോസഫ് ചെയ്ത പ്രവർത്തനങ്ങളിലെല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെ ജോസഫ് ഈജിപ്തിലെ ഭരണാധികാരിയായി. അങ്ങനെ ഈ ചേട്ടന്മാർ ധാന്യം വാങ്ങിക്കാനായിട്ട് ചെല്ലുന്നത് ആരുടെ അടുത്താ? ജോസഫിൻ്റെ അടുത്ത്. ഈ ചേട്ടന്മാർക്ക് ജോസഫിനെ തിരിച്ചറിയാൻ പറ്റിയില്ല. പക്ഷെ ജോസഫ് ചേട്ടന്മാരെ തിരിച്ചറിഞ്ഞു. എന്നിട്ട് എന്ത് ചെയ്തെന്നോ? ജോസഫ് അവസാനം ചേട്ടന്മാരോട് പറഞ്ഞു, നിങ്ങൾ എടുത്ത് ഈജിപ്തുകാർക്ക് വിറ്റ നിങ്ങളുടെ സഹോദരൻ ജോസഫാണ് ഞാൻ. പക്ഷെ എന്നെ വിറ്റതോർത്ത്, അല്ലെങ്കിൽ ഞാൻ ഇങ്ങോട്ട് പോകുന്നതോർത്ത് നിങ്ങൾ ഒട്ടും വിഷമിക്കേണ്ട. കാരണം എന്താ? നമ്മുടെ ജീവൻ ഇപ്പോൾ നിലനിർത്താൻ ദൈവം മുൻകൂട്ടി എന്നെ ഇങ്ങോട്ട് അയച്ചതാണെന്ന് വിചാരിച്ചാൽ മതി. എന്നിട്ട് ജോസഫ് ചേട്ടന്മാരോട്
അപ്പൻ്റെ വിവരമൊക്കെ തിരക്കി. അദ്ദേഹം സുഖമായിരിക്കുന്നു എന്നറിഞ്ഞതിൽ ജോസഫിന് വലിയ സന്തോഷമായി. എന്നിട്ട് ഈ ചേട്ടന്മാരോട് പറഞ്ഞു, നിങ്ങൾ പിതാവിനെയും കൂട്ടിക്കൊണ്ട് വന്ന് ഈ ഈജിപ്ത് ദേശത്ത് തന്നെ താമസിക്കണം. ഈജിപ്ത് ദേശത്ത് തന്നെ വന്ന് താമസിക്കണം. ഇവിടുത്തെ ഏറ്റവും നല്ല സ്ഥലം നിങ്ങൾക്ക് ഞാൻ തരാം. അങ്ങനെ ജോസഫിൻ്റെ വാക്ക് കേട്ട് യാക്കോബും മൂത്ത സഹോദരങ്ങളും എല്ലാവരും ഈജിപ്തിൽ വന്ന് താമസം ആരംഭിച്ചു. അങ്ങനെ അവർക്ക് വളരെ സന്തോഷകരമായിട്ട് അവിടെ ജീവിച്ചു വന്നു. ജോസഫിൻ്റെ മരണശേഷം വന്ന അധികാരികൾക്കുണ്ടല്ലോ, അവർക്ക് ഇസ്രായേൽക്കാരെ അറിയില്ലായിരുന്നു, ജോസഫിനെയും അറിയില്ലായിരുന്നു. അങ്ങനെ അവരോട് വളരെ കഠിനമായിട്ട് പെരുമാറാൻ തുടങ്ങി. ആരോടാ? ഇസ്രായേൽക്കാരോട് വളരെ കഠിനമായിട്ട് പെരുമാറാൻ തുടങ്ങി. അപ്പോൾ ഈ ദൈവത്തിൻ്റെ പഴികളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ദൈവം എത്രമാത്രമാണ് ഇസ്രായേൽക്കാരെ സ്നേഹിച്ചിരുന്നതെന്ന്. ദൈവത്തിന് ഇസ്രായേൽക്കാരോട് ഒരു വലിയ താല്പര്യമുണ്ടായിരുന്നു. കാരണം ദൈവത്തിൻ്റെ സ്വന്തം ജനമായിരുന്നു. ഈ ഇസ്രായേൽ ഗോത്രത്തിൽ നിന്നാണ് രക്ഷകനായ ഈശോ ജനിക്കുന്നതും. അതുകൊണ്ട് ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് ദൈവത്തെ സ്നേഹിക്കാതിരിക്കാൻ പറ്റുമോ? നോക്കിക്കേ, ദൈവം എന്തെല്ലാം വഴികളിലൂടെയാണ് ഇസ്രായേൽ മക്കളെ രക്ഷിക്കാനായിട്ട് പദ്ധതികൾ ആലോചിച്ചു കൊണ്ടുവരുന്നത്. ഇസ്രായേൽക്കാരുടെ പിന്തുടർച്ചക്കാരായ നമ്മളോടും ദൈവം ഇതുപോലെ കരുണ കാണിക്കുന്നുണ്ട്. ഈ ദൈവത്തെ സ്നേഹിക്കാനായിട്ട് നമുക്കും ഒരു തീരുമാനമെടുക്കാം. ഈശോയെ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു എന്ന് നമുക്ക് ഹൃദയത്തിൽ ഉരുവിടാം. ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ ചോദ്യങ്ങൾക്ക് ആൻസർ കണ്ടെത്താം. ഒന്നാമത്തെ ചോദ്യം, ദൈവം പറഞ്ഞതനുസരിച്ച് അബ്രാഹാം താമസമാക്കിയത് എവിടെയാണ് താമസിച്ചത്? കാനാൻ ദേശത്ത്. ഇനി അബ്രാഹത്തിൻ്റെ പുത്രൻ്റെ പേര്, എന്താ അബ്രാഹത്തിൻ്റെ പുത്രൻ്റെ പേര്? ആരാണ്? ഇസഹാക്ക്. ഇസ്രായേൽ എന്ന പേരുകൊണ്ട് ആരെയാണ് ഉദ്ദേശിക്കുന്നത്? യാക്കോബിൻ്റെ സന്തതി പരമ്പരയാണ് ഇസ്രായേൽ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തതായിട്ട് ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാനുണ്ട്. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 1 മുതലുള്ള വചനങ്ങൾ അബ്രാഹത്തെ വിളിക്കുന്നതാണ്. നിങ്ങൾ മാതാപിതാക്കളുടെ സഹായത്തോടെ ഈ വിശുദ്ധ ഗ്രന്ഥഭാഗം വായിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വചനഭാഗം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ എഴുതി ചേർക്കണം. ഇനി അവസാനമായിട്ട് ഒരു കടങ്കഥയുടെ ഉത്തരം നമുക്ക് കണ്ടെത്താനുണ്ട്. കടങ്കഥ ഇതാണ്: അച്ഛനിലുണ്ട്, കൊച്ചനിലില്ല, ബ്രാക്കറ്റിലുണ്ട്, ലോക്കറ്റിലില്ല, ഹംസത്തിലുണ്ട്, സിംഹത്തിലില്ല. ആ ഓരോ വരികളുടെയും ആദ്യത്തെ വാക്കുകൾ ചേർത്താൽ നമുക്കതിന് ഉത്തരം കിട്ടും. എന്താണ്? അബ്രാഹം. അപ്പോൾ അതോടെ ചാപ്റ്റർ അവസാനിക്കുകയാണ്. ഈശോയ്ക്ക് നമുക്കൊരു മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ചാപ്റ്റർ നമുക്ക് അവസാനിപ്പിക്കാം. ദൈവം നമ്മുടെ സൃഷ്ടാവ്, ദൈവം നമ്മുടെ രക്ഷകൻ. ദൈവം നമ്മുടെ സൃഷ്ടാവ്, ദൈവം നമ്മുടെ രക്ഷകൻ. ഇതിനോടുകൂടി ഒരു വാക്യം കൂടി കൂട്ടിച്ചേർത്ത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ എഴുതാൻ നിങ്ങൾ മറന്നു പോകരുത്. അപ്പോൾ ദൈവം നമ്മെ സ്നേഹിക്കുന്ന വഴികളെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ഒരു നിമിഷം നമുക്ക് എഴുന്നേറ്റ് നിന്ന് ഈശോയ്ക്ക് നന്ദി അർപ്പിക്കാം. കർത്താവായ ഈശോയെ, ഈ നിമിഷങ്ങളിലെല്ലാം ഞങ്ങളോടൊപ്പമായിരുന്നു കൊണ്ട് വചനത്തിലൂടെ ഞങ്ങളെ നയിച്ച അങ്ങയുടെ വലിയ സ്നേഹത്തെയും കാരുണ്യത്തെയും ഓർത്ത് നന്ദി പറയുന്നു. പിതാവായ അബ്രാഹത്തെ പോലെയും ഇസഹാക്കിനെ പോലെയും യാക്കോബിനെ പോലെയും അങ്ങയോട് ഏറ്റവും വിശ്വസ്തയോടെ വിശ്വാസത്തിൽ ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും പഠിപ്പിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ. ഒരു നല്ല ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു.